അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് എ ലൈൻ ചെയ്യുന്നത്. ഇത് നൈറ്റി പീസ് ആണ്. ഇത് വെച്ചിട്ട് അമ്മയ്ക്ക് നമുക്കൊരു എ ലൈൻ ഫ്രോക്ക്, വീട്ടിലിടാൻ പറ്റിയൊരു ഫ്രോക്ക് നൈറ്റി ടൈപ്പ് നമുക്ക് ചെയ്തെടുക്കാം. 4 ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പീസാണ് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ആയ ഭാഗം ഈ സൈഡിൽ നമ്മൾ വെക്കണം. ഇത് രണ്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ 2 പീസ്. ഓക്കെ, അത് നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിച്ചിടണം. പീസായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ രണ്ടുമാണ് ഓപ്പൺ. അങ്ങനെ 4 പീസ് ഉണ്ട് ഇത്. ഓക്കെ, ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 14 ആണ്. 14ന്റെ പകുതി എടുക്കുക. അപ്പൊ 7 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ വീട്ടിലിടാനായതുകൊണ്ട് ഷോൾഡർ 7 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 7 താഴോട്ട് മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ചിൽ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത് 16 ഇഞ്ചാണ് എടുക്കുന്നത്. നോർമലി സ്മോൾ ടു മീഡിയം XXL വരെ നമ്മൾ 16 വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത്. നെക്സ്റ്റ് ഹിപ്പ് ലെങ്ത് ആണ് എടുക്കുന്നത്. അത് 19.5 എടുക്കുന്നത്. അതിനുശേഷം താഴത്തേക്കുള്ള ലെങ്ത് ആണ് എടുക്കുന്നത്. 37 എടുക്കുന്നത്. താഴെ നമുക്ക് ഒരു 8 ഇഞ്ചിൽ ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ 37 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഹിപ്പ് റൗണ്ട് നേരത്തെ നമ്മൾ എടുത്തത് 10 അതിൻ്റെ കൂടെ എക്സ്ട്രാ 4 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ആദ്യമൊക്കെ ഞാൻ 2 സൈഡും ഇങ്ങനെ എക്സ്ട്രാ 1.5 ഇഞ്ച് ഇട്ടേക്കുന്നില്ലേ, ആ ഒരു 2 ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ലാസ്റ്റത്തെ ഇതാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ വരച്ചേക്കുന്നിടത്തുകൂടി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത പീസ് അങ്ങ് മാറ്റി വെച്ചു. ഇനി താഴത്തേക്കുള്ള ഫ്രില്ലിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊരു 8 ഇഞ്ചാണ് വേണ്ടത് ഫ്രില്ല്. അപ്പോൾ പ്ലസ് 1 ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കും. 9 ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടം വരെ നമുക്ക് 9 ഇഞ്ച് കിട്ടത്തുള്ളൂ. ബാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും 8 ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ യുക്തി പോലെ അത്രയും വിട്ട് എടുക്കുക. അപ്പോൾ അത്യാവശ്യം വീട്ടിലിടാനുള്ളതായതുകൊണ്ട് ഇത്രയും ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്താൽ മതി. അങ്ങനെ ഒരു 2 പീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ സ്ലീവാണ് കൊടുക്കുന്നത് കേട്ടോ. അതിനുള്ള തുണി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നൈറ്റി പീസ് ആയതുകൊണ്ട് ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ സ്ലീവിന്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 6 ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് ലെങ്ത് വരുന്നത് മടക്കി അടിക്കുമ്പോൾ. അപ്പോൾ 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത് എടുക്കുക. അതിനുശേഷം ആം ഹോളിന് വേണ്ടിയിട്ടാണ് 12 ഇഞ്ച് എടുത്തത്. നോർമലി 10 ഇഞ്ച് വരെ മതി. പിന്നെ ഫുൾ നമുക്ക് വണ്ണം ഒത്തിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് 12 ഇഞ്ച് എടുത്തത്. പിന്നെ റൗണ്ട് താഴെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ചരിച്ച് ഇതേപോലെ വരയ്ക്കുക. പിന്നെ 3 ഇഞ്ച് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കണം. ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ബാക്കിലേക്ക് നമുക്കൊരു ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്ന പീസ് ഇതാണ്. ഇത് മതി, നമുക്ക് ധാരാളമാണ് ബാക്കിലേക്ക് ബാൻഡിന് വേണ്ടിയിട്ട്. എ ലൈൻ ആയതുകൊണ്ട് ഒരുപാട് ലെങ്ത് നമുക്ക് വേണ്ട ബാൻഡിന്. അപ്പോൾ ഒരു 4 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ 2 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് കിട്ടും ഈ ബാൻഡിന്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത്രയും പോരാ, കുറച്ചും കൂടി വേണം. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത് ചേർക്കാം.
നിങ്ങൾക്ക് തുണി തികയുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിഡ്ത്ത് എടുത്താൽ മതി, ലെങ്തും. അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അമ്മയ്ക്ക് അധികം വീട്ടിലിടാനുള്ള ആയതുകൊണ്ട് അധികം ലെങ്ത് നമുക്ക് വേണ്ട, ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 4 to 4 ആണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് 4, വിഡ്ത്ത് 4. പിന്നെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തുണിയുടെ ബാക്കി വന്ന പീസ് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം ഇതുപോലെ എടുത്ത് വെക്കുക. അതിനുശേഷം അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക നെക്ക്. അതിനുശേഷം 1.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നില്ല, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.